ഹായ്, ഞാൻ പോപ്പുലർ സന്തോഷ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാടിലേക്ക് പോകുമ്പോൾ ഹൈവേയിൽ പത്തിരിപ്പാലം മങ്കരയിൽ, അത് നമ്മുടെ സെൻട്രൽ ലൈൻ പ്രോപ്പർട്ടീസ് പണിതുകൊണ്ടിരിക്കുന്ന കുറച്ച് വീടുകളും അതുപോലെ കുറച്ച് പ്ലോട്ടുകളുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോഴേ നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ വീടിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു സ്റ്റെയർ കേസ് കാണാം. ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ട് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂർ ടൈൽസ് ആണ്. അതായത് സാത്തുക്കുടി ടൈൽസ് എന്ന് പറയുന്ന ഒരു നല്ല ഇനം ടൈൽസ് ആണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. പൊതുവേ ഈ ഭാഗങ്ങളിലൊക്കെ അധികം ആളുകളും ഉപയോഗിക്കുന്ന ഓളോ ബ്രിക്സാണ്. പക്ഷേ ഈ വീടിന് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് വെട്ടുകല്ലാണ്, ചെങ്കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് പാലക്കാടിൻ്റെ ചൂട് നമുക്കറിയാം. അപ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് AC ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിൻഡോസ് ആണ്. വിൻഡോസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് വലിയ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടും. ഏറ്റവും മുകളിലായിട്ട് പർഗോള വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിന് പകൽ സമയങ്ങളിലൊന്നും ലൈറ്റ് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ ഇത് ഡബിൾ ലെയർ ഇട്ടിട്ടാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. കാരണം അത്ര ഹൈറ്റിൽ ചെയ്തുകൊണ്ട് ചൂട് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യില്ല. ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഇവർ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന ഒരു പ്രത്യേകതരം ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ ക്രീപ്പർ പ്ലാന്റ് ഇവർ ഈ റോപ്പിലൂടെ കയറ്റി വിട്ട് നമ്മുടെ പർഗോള് വരെ കയറ്റി വിടാൻ പറ്റുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവിടെ ഒരു ഇൻഡോർ ബാമ്പും അതുപോലെ കാറ്റസ് ടൈപ്പിലുള്ള ചെടികളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ലിവിങ് ഏരിയയാണ്. നല്ല എയർ പാസിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നാൽ കിട്ടും. അതുപോലെ ഇവിടെ ആയിട്ട് നല്ലൊരു വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ ഉള്ള ഒരു ഓപ്പൺ കിച്ചണാണ്. അത് നല്ല രസമായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോസ്ഡ് കിച്ചൺ കൂടിയുണ്ട്. ക്ലോസ്ഡ് കിച്ചൺ നല്ല രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാത്റൂം ഉണ്ട്. അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം റൈറ്റ് സൈഡിലുണ്ട്. ഒറ്റപ്പാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഒരു ഹോംലി ഫീൽ വരും. നമ്മളെ വീടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം പോലെ തോന്നും. അതിന് കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാള സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയ സ്വാധീനമാണത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഒരുപാട് സിനിമകൾ ഒറ്റപ്പാലത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആളുകളുടെ മുഖം കാണുക വരിക. അതിനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ എന്ന് പറഞ്ഞാൽ ലോഹിദാസിൻ്റെയും അതുപോലെ തന്നെ പത്മരാജൻ്റെയും അതുപോലെ ലാൽ ജോസിൻ്റെ ഒരുപാട് രഞ്ജിയേട്ടൻ്റെ ഇവിടെയൊക്കെ ഒരുപാട് സിനിമകൾ ഇതിൽ ഒറ്റപ്പാലം ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ മമ്മൂക്കാൻ്റെ വാത്സല്യം, അതുപോലെ തന്നെ രാപ്പകൽ, അരയന്നങ്ങളുടെ വീട്, അങ്ങനെ ഒട്ടനവധി ഗ്രാമാന്തരീക്ഷം നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നത് നമുക്ക് ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഒരു അടുത്തൊരു പ്രദേശമായിട്ട് തോന്നും. നമ്മളിപ്പോൾ കാണാൻ പോണ പ്രോപ്പർട്ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ സൗകര്യങ്ങളാണ്. സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയോട് ചേർന്നിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് രാത്രിയിലോ പകലോ എപ്പോൾ വേണമെങ്കിലും ഇഷ്ടംപോലെ ബസ്സുകളും KSRTC പ്രൈവറ്റ് ബസ്സും മറ്റുള്ള എല്ലാ ഇനി ട്രെയിനാണെങ്കിലും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും അധികം സൗകര്യങ്ങളുള്ള മറ്റൊരു ഹൈവേയോട് ചേർന്നിട്ട് മറ്റൊരു പ്രോപ്പർട്ടി ഇതുപോലെ ഉണ്ടോ എന്നില്ല, എന്തായാലും കമ്മിയായിരിക്കും. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ലിവിങ് കമ്മ്യൂണിറ്റിയാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-12 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. ഇനി നമുക്ക് മുകളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കയറി വന്ന ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണ് ഒരു ബാൽക്കണി നമുക്കൊന്ന് കാണാം. നല്ല ബാൽക്കണിയാണ്. ഇതിലെ മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും ഇത്. പ്രത്യേക രീതിയിൽ ഡിസൈനൊക്കെ ചെയ്ത ഒരു റൂമാണ്. അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിൻഡോസാണ് കേട്ടോ. ഇതിലെല്ലാ സ്ഥലങ്ങളിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിൻഡോസാണ്.
അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ പാസ് ചെയ്യും. ഇതാണ് സെക്കൻഡ് റൂം. ഇതിന് രണ്ട് സൈഡിലും വിൻഡോ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേ വരെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇതിൽ ഉപയോഗിച്ച മെറ്റീരിയൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ബ്രാൻഡുകളാണ്. സിമെന്റ് ആണെങ്കിലും കമ്പി ആണെങ്കിലും അതുപോലെ ബാത്റൂം ഫിറ്റിങ്സ്, ഇലക്ട്രിക്കൽ വയേഴ്സ് എല്ലാം നല്ല ബ്രാൻഡുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ സെൻട്രൽ ലൈൻ പ്രോപ്പർട്ടീസ് ആണ് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പണി കഴിഞ്ഞിട്ടില്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ സെൻട്രൽ ലൈൻ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലോ മതി. വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. NSS കോളേജ്, അതുപോലെ തന്നെ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ്, മൗണ്ട് സീന സ്കൂള്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, UP സ്കൂള്, അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട്. എനിക്ക് തോന്നുന്നു 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള സൗകര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ഒരു ഗ്രാമീണത മാത്രമല്ല, ഈ ഒറ്റപ്പാലം നഗരം അത്രയും കണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബിൽഡിങ്സും ഫ്ലാറ്റുകളും വില്ല പ്രൊജക്റ്റുകളും ഒരുപാട്, അതായത് തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലും ഒക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും ഇവിടെ വന്നിട്ട് ജീവിക്കാൻ വളരെ അനുയോജ്യമാണ്. എനിക്ക് തോന്നുന്നു കിങ്ഫ്ര ഈ പ്രോപ്പർട്ടിയുമായിട്ട് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാൻ വഴിയുള്ളൂ. അത്രയും അടുത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ഭാഗത്തുനിന്നും ജോലി സാധ്യതയാണെങ്കിലും അതുപോലെ എഡ്യൂക്കേഷൻ ആണെങ്കിലും, നമ്മളിനിയിപ്പോൾ പാലക്കാട് ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ, ഒറ്റപ്പാലത്ത് ജോലി ചെയ്യുന്ന, ഷൊർണൂരിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും എല്ലാ ഭാഗത്തുനിന്നും എത്തിച്ചേരാൻ അത്രയും സൗകര്യമായിട്ടുള്ള ഒരു ഇടമാണ്. ഈ ഹൈവേക്ക് ഇത്ര അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെള്ളം, കറണ്ട്, ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും, റോഡ് 6 മീറ്റർ വീതിയിലുള്ള റോഡുകളാണ്. അതുപോലെ തന്നെ ഈ ഉള്ള ഏരിയയിൽ ഇവർ തെങ്ങ്, അതുപോലെ പേരക്ക, മാവ്, ബട്ടർ എല്ലാ ഐറ്റംസും ഇവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് ഇവർ ബാംഗ്ലൂർ ടൈൽസ് ആണ് കേട്ടോ റൂഫിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മളെ കാർ പാർക്കിങ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ 5.25 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടും. അപ്പോൾ ഇതിന് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 ലക്ഷം രൂപയാണ്. അതുപോലെ ഇതിൽ കാണുന്ന പ്ലോട്ടുകളുടെ വില എന്ന് പറഞ്ഞാൽ പെർ സെന്റിന് 3.5 ലക്ഷം രൂപ മുതലാണ്. അതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുന്ന മറ്റൊരു വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഓരോ വീടുകൾക്കും ഓരോ ഡിസൈൻസ് ആണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ആർക്കിടെക്ട്സ് ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ മുഖഭാവമാണ്. ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി പോപ്പുലർ സന്തോഷം നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലോട്ടോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ.